നെയ്യാറ്റിൻകര ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ വാർഷിക ആഘോഷവും മഹാരഥന്മാരുടെ പ്രതിമകളുടെ അനാച്ഛാദന കർമ്മവും നടന്നു. സ്കൂൾ MD എസ് രാജശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് ഋഷികളും മുനികളും ജീവിച്ച സ്ഥലമാണെന്നും ഇപ്പോഴുള്ള തലമുറകൾക്കും വരും തലമുറകൾക്കും നേരിട്ട് കണ്ട് പഠിക്കുന്നതിനും പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ തീർക്കുകയുമാണ് സായി കൃഷ്ണ പബ്ലിക് സ്കൂളെന്നും ചടങ്ങിൽ വിലയിരുത്തപ്പെട്ടു. ചെങ്കൽ എന്ന ഗ്രാമത്തിനെ ലോകതലത്തിലെത്തിക്കാൻ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിന് കഴിഞ്ഞതായും സ്കൂളിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നവോത്ഥാനത്തിന്റെ ചരിത്ര താളുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും വ്യക്തമായി മനസ്സിലാക്കാമെന്നും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിത്ത് ഡിഫറൻസ് എന്ന് ഇംഗ്ലീഷ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാജശേഖരൻ നായർ എന്നെ 2 തവണ വിളിച്ചപ്പോഴും ഗോവയിൽ വന്നും വിളിച്ചു. എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്താണ്. ഞാനിങ്ങനെ സാധാരണ ഓർക്കാറുണ്ട്, നമ്മുടെ പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ആ ഒഴുക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ആ നിമിഷം നമുക്ക് തോന്നും ഇതെല്ലാം അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമല്ല ഒന്നാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കൽ ഒഴുകിപ്പോയ വെള്ളം പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ചരിത്രവും അതുപോലെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുകയുണ്ടായി. അത് നമുക്കിവിടെ ബോധ്യപ്പെടുന്നു. ഭദ്രദീപം കൊളുത്തി ഭാരതമെന്ന വെളിച്ചം കണ്ടാൽ ആഹ്ലാദിക്കുന്നവരുടെ തലമുറയുള്ള നാടാണ് ഭാരതം. മറ്റു പലയിടത്തും അങ്ങനെയല്ല. 15,000 സ്ക്വയർ ഫീറ്റിൽ 2 തട്ടുകളിലായി ശ്രീനാരായണ ഗുരുദേവന്റെയും അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും സായി ബാബയുടെയും ചട്ടമ്പി സ്വാമികളുടെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും 15 അടി പൊക്കത്തിലുള്ള പ്രതിമകളാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. ഇംഗ്ലീഷ് മാത്രമല്ല, ഞാനിവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ ബ്രിട്ടനിൽ പോകണമെങ്കിൽ ബ്രിട്ടീഷിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ടീച്ചറുണ്ട്, ബ്രിട്ടീഷ് സ്റ്റുഡൻസ് ഉണ്ട്. ഈ വില്ലേജിൽ വന്ന് അവർക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമാണ്. കാരണം അവിടുത്തെ തണുപ്പിൽ നിന്നൊക്കെ നേച്ചറുമായിട്ട് ചേർന്ന് പഠിക്കുക, ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളാണ് നമ്മളിവിടെ ഇല്ലാതാക്കുന്നത്. കുട്ടികളെ അടച്ച ക്ലാസ് റൂമിലിരുത്തി ഓൺലൈൻ പഠിപ്പിച്ച് +2 കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അൺഹെൽത്തി സ്റ്റുഡൻസാണ് ഈ നാട്ടിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി ഒരു ഹെൽത്തി സ്റ്റുഡൻസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതാണ് സായി കൃഷ്ണ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്പോർട്സ്, ആർട്ട്, അഗ്രികൾച്ചർ കമ്പൾസറിയാണ്. മുഖ്യാതിഥികളായി NSS സംസ്ഥാന യൂണിയൻ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ ചെയർമാനുമായ സംഗീത് കുമാർ, ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, അരുവിപ്പുറം ക്ഷേത്രം മഠാധിപതി സ്വാമി സാന്ദ്രാനന്ദ എന്നിവർ മുഖ്യാതിഥികളായി എത്തി. UDS ഡയറക്ടർ രാജശേഖരൻ നായർ, ചെയർമാൻ ഉദയചന്ദ്രിക, സ്കൂൾ മാനേജർ മോഹനകുമാരൻ നായർ, അക്കാഡമിക് ഡയറക്ടർ R രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ T രേണുക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥി അഭിജിത്ത് ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു. വിസ്മയ ന്യൂസ് ബ്യൂറോ, നെയ്യാറ്റിൻകര.